പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീപക് എന്ന് പറയുന്ന സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ സഹോദരന് ജീവനൊടുക്കിയത്? അദ്ദേഹം ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്താണ്? ചിന്തിക്കാറുണ്ട് ഇവിടെ. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ഉപജീവനം നടത്തി ജീവിക്കുന്ന ആളുകൾ എന്ത് കോപ്രായത്തരങ്ങളും കാട്ടി സ്വല്പം റീച്ചിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളായി ഇന്ന് സോഷ്യൽ മീഡിയത്തിൽ ഒരുപാട് ആളുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം മാനം പണയം വെച്ചിട്ടാണെങ്കിലും സ്വല്പം റീച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇന്ന് ആ സഹോദരൻ ഒരു പബ്ലിക് ബസ്സിൽ, ഒരു പൊതു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരിയുടെ മാർലത്തിൽ മുട്ടി എന്ന കാരണത്താൽ വീഡിയോ എടുത്ത് സമൂഹ മധ്യേ പ്രചരിപ്പിക്കുന്നു. വീഡിയോയുടെ തലക്കെട്ട് കാണുമ്പോൾ ആരും ആ വീഡിയോസ് ഒന്ന് കാണാൻ വെമ്പൽ കൊള്ളും. ഇന്ന് അവൾക്ക് കുറച്ച് റീച്ച് കിട്ടിയെങ്കിൽ ദീപക്കിന് നഷ്ടപ്പെട്ടത് ആ സഹോദരന്റെ ജീവനാണ്. ആ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാന് റീച്ചിന് വേണ്ടി ഇത്രയും അധികം കാട്ടിക്കൂട്ടിയ ആ പെൺകുട്ടിക്ക് കഴിയോ? ദീപക്കിന് കുടുംബമുണ്ട്. ആ കുടുംബം ഇന്ന് കണ്ണീരിലാണ്. ആ കണ്ണീരൊപ്പാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കോ? ഇതിന് നിയമം നമ്മുടെ നാട്ടിൽ വേണം. ഒരു നിയമം കൊണ്ടുവരണം. നിയമത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം. അത് ആണായാലും പെണ്ണായാലും ശരി. ജീവിക്കണം ആളുകൾക്ക്. എന്ത് വാർത്തകൾ പറയുമ്പോഴും രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? ഉപജീവനത്തിന് വേണ്ടിയിട്ട്. ഉപജീവനം തൊഴിലാക്കി മാറ്റിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപജീവനത്തിന് തൊഴിലാക്കി മാറ്റിയ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു, മറ്റുള്ളവരുടെ മാനം പണയം വെച്ച്, അല്ലെങ്കിൽ സ്വന്തം അഭിമാനം പണയം വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന കാശ്, അതിനേക്കാൾ നല്ലത് വേസ്റ്റ് പെറുക്കി കഴിക്കലാണെന്നാണ് ഈ സമയത്ത് ഉറപ്പെടുത്താനുള്ളത്. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒരുപാട് പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ വളർന്നു വരുന്നുണ്ട്. നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ജീവൻ കൊടുത്തും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും പണമുണ്ടാക്കാൻ വെമ്പൽ കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്ക മോനെ അത്. അതുകൊണ്ട് അവസാനം നീയും നരകിച്ച് ചത്തുപോകുന്നത് ഈ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന, ഈ നിന്റെ റീച്ച് കാണുന്ന, നിന്റെ വീഡിയോസ് കാണുന്ന ആളുകള് നിന്റെ മരണവും കാണുമെന്ന് നീ ചിന്തിച്ചോ? അതുകൊണ്ട് നിർത്തിക്കോ. ഇത്തരം വിഷയങ്ങൾക്ക് ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം, നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നാണ് ഈ വിനീതന് പറയാനുള്ളത്.